കോതമംഗലം KSRTCയുടെ കോതമംഗലം മലക്കപ്പാറ റൂട്ടിൽ യാത്രയിൽ കാലടി പ്ലാന്റേഷൻസ് വഴി വെറ്റിലപ്പാറയിലെത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തികച്ചും വനത്തിലൂടെ അല്ലെങ്കിൽ വനത്തിൻ്റെ ആകർഷണീയമായ ഭംഗിയിൽ അല്ലെങ്കിൽ വനത്തിൻ്റെ ഭീകരതയിൽ ആളൊഴിഞ്ഞ വിജനമായ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയും അതിൻ്റെ രസകരമായ അനുഭവങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും വന്യതയും അടങ്ങുന്നതാണ് ഈ വീഡിയോ. അങ്ങകലെ വളരെ മനോഹരമായ മലമേടുകൾ, കോടമഞ്ഞിൽ പുതച്ച് നിൽക്കുന്നത്, അതുപോലെ റബ്ബർ പ്ലാന്റേഷൻ, ആളൊഴിഞ്ഞ് വളരെ വിജനമായിട്ട് ഈ KSRTC ബസ് അല്ലാതെ മറ്റൊരു വാഹനവും അതുവഴി കടന്നു പോകുന്നത് കണ്ടില്ല. അത്രയും വിജനമായ വഴികളിലൂടെ ഉള്ള ടൂറ് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. നോക്കത്ത ദൂരത്തോളം നമുക്കൊരു കുറച്ചൊരു 100 മീറ്റർ കഴിഞ്ഞാൽ അതിനപ്പുറം നമുക്ക് പിന്നെ കാണാൻ കഴിയത്തില്ല. റബ്ബർ എസ്റ്റേറ്റ് അത്രമാത്രം വിശാലമായി കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് ചാലക്കുടി പുഴയുടെ കൈവഴിയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിമനോഹരമായ യാത്രാവിശേഷങ്ങളായിരുന്നു ആ മലക്കപ്പാറ ട്രിപ്പിലുണ്ടായിരുന്നത്. മലക്കപ്പാറ ട്രിപ്പ് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിൽ ഈ ദൃശ്യങ്ങൾ മനോഹരം, ഒരു ചിത്രകാരൻ വരച്ചതുപോലെ, ക്യാൻവാസിൽ വരച്ചതുപോലെ മരങ്ങൾ. ഇത് എണ്ണപ്പനത്തോട്ടം, ആന വന്ന് കുത്തിമറിച്ചിട്ടിരിക്കുന്ന എണ്ണപ്പനകളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയും. വിശാലമായ എണ്ണപ്പനത്തോട്ടം. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള എണ്ണപ്പനത്തോട്ടമാണ്. ഇത് വെറ്റിലപ്പാറയിലാണ്. അങ്ങനെ യാത്രയിലുടനീളം മലകളും പുഴകളും തോട്ടങ്ങളും എസ്റ്റേറ്റുകളും നിറയെ കൺകുളിർക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും രസകരമായ കൗതുകകരമായ ഒരു യാത്രയായിരുന്നു ഈ വെറ്റിലപ്പാറ വഴിയുള്ള, കാലടി പ്ലാന്റേഷൻസ് വഴി വെറ്റിലപ്പാറ വഴിയുള്ള ഈ യാത്ര. അതിമനോഹരമായ സീനറി, ശരിക്കും ക്യാൻവാസിൽ വരച്ചതുപോലെ പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനോഹരമായ മുഹൂർത്തം. കാനന ഭംഗിയും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അസുലഭമായ ഒരനുഭവം കാഴ്ചവെക്കുന്ന ഈ മനോഹര ട്രിപ്പ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ അമർത്തിയാൽ പ്രകൃതി ദൃശ്യങ്ങളടങ്ങുന്ന എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കാലടി പ്ലാന്റേഷൻസും റബ്ബർ എസ്റ്റേറ്റും അതുപോലെ എണ്ണപ്പനത്തോട്ടവും, ഇത് ചെക്ക് പോസ്റ്റ്. വളരെ വിശാലമായ അതിവിശാലമായ ഭൂപ്രകൃതി കവർ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇതിനിടയ്ക്ക് ആനയും വന്യമൃഗങ്ങളും ഉണ്ട്. പ്രകൃതി രമണീയമായ ഈ കാഴ്ച കാണാൻ ഇതുവഴി തന്നെ വരണം. ഇവിടെ രാവിലെ 6 മണിക്ക് ശേഷം യാത്ര തുടങ്ങിയാൽ വൈകിട്ട് 5 മണിക്ക് മുമ്പായി നമ്മൾ കടന്നു പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടില്ല. ഇത് ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. അതിരപ്പള്ളിയിൽ നിന്ന് ഇത് അതിരപ്പള്ളിയുമായി ഒത്തുചേരുന്നു. എത്രയോ കിലോമീറ്റർ കണക്കിന് ദൂരം നമ്മളുടെ സഞ്ചാരപാതയിൽ മുഴുവനും ഈ പുഴ നമുക്ക് കാണാമായിരുന്നു. വെള്ളം കുറച്ച് കുറവുണ്ട് എങ്കിലും പുഴ നല്ല മനോഹരിയായി അണിഞ്ഞൊരുങ്ങി ഒഴുകി നടക്കുന്നത് നമുക്ക് നല്ല കാഴ്ചയായിരുന്നു.
ഇവിടെ എത്തിയപ്പോഴാണ് അല്പശ്വാസം നേരെ വീണത്. ഒരു ജനവാസ മേഖല, വലിയ റോഡും വീതിയുള്ള റോഡും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ 1-2 കടകളും ഒക്കെ ഉണ്ട്. ഈ ഭൂപ്രകൃതി നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. നോക്കൂ, എത്ര ദൂരമാണ് ഈ എണ്ണപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്നതെന്ന്. എത്രയോ ഹെക്ടർ കണക്കിന് സ്ഥലത്താണ് ഈ എണ്ണപ്പനത്തോട്ടമുള്ളത്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള എണ്ണപ്പനത്തോട്ടം. ഇവിടെയാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചത്. ഇത് കുറച്ചുകൂടെ ജനവാസ മേഖലയായി. അന്ന് 2 ബസ്സുണ്ടായിരുന്നു കോതമംഗലത്ത് നിന്ന് മലക്കപ്പാറയ്ക്ക്. ധാരാളം സഞ്ചാരികൾ മലക്കപ്പാറ കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒരേ മനസ്സുമായി ഒത്തുചേർന്നു.